لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: أتدرون ما الغيبة؟ قالوا: الله ورسوله أعلم. قال: ذكرك أخاك بما يكره. قيل: أفرأيت إن كان في أخي ما أقول؟ قال: إن كان فيه ما تقول فقد اغتبته، وإن لم يكن فيه ما تقول فقد بهته. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ നാവിനെ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായത്തിൽ വന്ന ഹദീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസ് കൊണ്ടാണ് നമുക്ക് ആരംഭിക്കുവാനുള്ളത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്? അദ്ദേഹം പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചോദിച്ചു സഹാബിമാരോട്, അതദറൂന, നിങ്ങൾക്ക് അറിയാമോ, മൽ ഗീബത്തു, എന്താണ് ഗീബത്തെന്ന്? ഗീബത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഖാലു, സഹാബിമാർ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവാണ് അറിയുന്നവൻ, ആ അല്ലാഹുവിൻ്റെ വഹീ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹുവിൻ്റെ റസൂലുമാണ് അഅലമു, ഈ വിഷയത്തെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ഗീബത്ത് എന്ന്. ദിക്റുക അഖാക ബിമാ യക്റഹു. ദിക്റുക, നീ പറയലാണ്, അഖാക, നിന്റെ സഹോദരനെ കുറിച്ച്, ബിമാ യക്റഹു, അയാൾ വെറുക്കുന്ന കാര്യം, അയാൾക്ക് അനിഷ്ടകരമായ കാര്യം ഒരാളെക്കുറിച്ച് നീ പറയലാണ് ഗീബത്ത് പറയുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഉടനെ ഖീല, ചോദിക്കപ്പെട്ടു, പ്രവാചകൻ ചോദിക്കപ്പെട്ടു, അഫറഅയ്ത, നബിയെ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇൻ കാന ഫീ അഖീ, എൻ്റെ സഹോദരനിൽ, മാ അഖൂലു, ഞാൻ പറയുന്നത് ഉണ്ടെങ്കിലോ, ഞാൻ എൻ്റെ സഹോദരനെ കുറിച്ച് പറയുന്ന കാര്യം ആ വ്യക്തിയിൽ ഉള്ള കാര്യമാണെങ്കിലും അത് ഗീബത്താകുമോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂലു, നീ പറയുന്ന കാര്യം ആ വ്യക്തിയിൽ ഉള്ളതാണെങ്കിൽ ഫഖദ് ഇഗ്തബ്തഹു, നീ അയാളെക്കുറിച്ച് തീർച്ചയായും പറഞ്ഞത് ഗീബത്ത് തന്നെയാണ്. ഉള്ളത് പറഞ്ഞാൽ തന്നെയാണ് ഗീബത്താകുന്നത്. ഇനി വഇല്ലം യകുൻ ഫീഹി, ആ വ്യക്തിയിൽ ഇല്ലെങ്കിലോ, മാ തഖൂലു, നീ പറയുന്ന കാര്യം അയാളിൽ ഇല്ലാത്ത കാര്യം കൂടിയാണ് നീ പറഞ്ഞതെങ്കിലോ, ഫഖദ് ബഹത്തഹു, നീ അയാളുടെ പേരിൽ വമ്പിച്ച കള്ളം കെട്ടിപ്പറഞ്ഞു എന്ന കുറ്റം കൂടിയാണ് സംഭവിക്കുക. അപ്പോഴും അത് ഗീബത്തിന് പുറമേ അത് അയാളുടെ മേൽ കള്ളം കെട്ടിച്ചമച്ചു എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഹറാമു കൂടി വന്നു ചേരും.
ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, നമ്മളെല്ലാം പലതവണ പല ഘട്ടങ്ങളിൽ കേട്ട് പരിചയമുള്ള ഒരു ഹദീസാണിത്. എന്നാലും നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തവും അതുപോലെ തന്നെ ലളിതവുമായ നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഗീബത്ത് പറയുന്ന ആളുകളൊക്കെ മുൻകൂർ ജാമ്യമെടുക്കും. അന്യരുടെ കുറിച്ച് പരദൂഷണം പറയുന്ന ആളുകൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അയാളുടെ അസാന്നിധ്യത്തിൽ പറയലാണല്ലോ ഗീബത്ത്. അതുകൊണ്ടാണല്ലോ ആ പേര് തന്നെ വന്നത്. ഒരാളുടെ ഗാബ, ഗിയാബ് എന്നൊക്കെ പറഞ്ഞാൽ, ഗായിബ് എന്നൊക്കെ പറഞ്ഞാൽ ഒരാളിവിടെ പ്രസന്റ് ഇല്ലാത്തയാൾക്കാണ് പറയാം. ഇപ്പൊ പ്രസന്റ് ഇല്ലാത്ത, നമ്മുടെ അടുക്കൽ ഇല്ലാത്ത ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്തു തന്നെയാവട്ടെ പറയൽ ഗീബത്താണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി. ഗീബത്ത് എന്താണെന്ന ചോദ്യത്തിന് അവിടുന്ന് തന്നെ മറുപടി പറയുന്നത് എന്താണ്? ദിക്റുക അഖാക, നിന്റെ സഹോദരനെ നീ പറയലാണ്. ബിമാ യക്റഹു, കരിഹ എന്ന് പറഞ്ഞാൽ വെറുത്തു, ഇഷ്ടപ്പെടാത്ത കാര്യമായി എന്നൊക്കെയാണ് അർത്ഥം. അപ്പം അയാൾക്ക് വെറുപ്പുള്ള കാര്യം പറയാം. അതാണാവട്ടെ പെണ്ണാവട്ടെ ആരെക്കുറിച്ചാവട്ടെ. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അയാൾ സ്ഥലത്തില്ലാതിരിക്കെ അയാളെക്കുറിച്ച് പറയലാണ് ഗീബത്ത് പറയുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം വരികയാണ്. അത് സാധാരണ നമ്മുടെ ആളുകളൊക്കെ പറയുന്ന ഒരു ന്യായവുമാണ്. ഞാൻ ഇപ്പം ഗീബത്ത് പറയുന്നല്ല, കാരണം അയാളിൽ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയാ. ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അയാളിൽ ഉള്ള കാര്യം 100% അയാളിൽ ഉള്ള കാര്യമാണല്ലോ ഞാൻ പറയുന്നത്, പിന്നെന്താപ്പോ എന്ന് പറഞ്ഞ് പലപ്പോഴും മുൻകൂർ ജാമ്യമെടുക്കാറുണ്ട് ആളുകൾ അന്യരെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ. ആ ന്യായത്തിൻ്റെ മുനയൊടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മറുപടി പറയുന്നത്. അതൊന്നും പറഞ്ഞിട്ട് ന്യായമല്ല, അതൊന്നും കാര്യമില്ല. അവിടുന്ന് പറയാണ്, ഇൻകാന ഫീഹി മാ തഖൂലു, നീ പറയുന്ന കാര്യം അയാളിൽ ഉള്ളതാണെങ്കിൽ തന്നെ ഫഖദ് ഇഗ്തബ്തഹു, നീ അയാളെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഗീബത്താണ് പറഞ്ഞത്. അപ്പം അയാൾക്ക് വെറുപ്പുണ്ടോന്ന്, അതാണ് മാനദണ്ഡം. ഒരാളെക്കുറിച്ച് നമ്മളൊരു കാര്യം പറയുമ്പോൾ അയാളില്ലത് ഉണ്ടോ ഇല്ലേ എന്നല്ല, അയാൾക്കത് പറയുന്നത് കേട്ടാൽ അയാൾക്കത് ഇഷ്ടവോ അതോ അയാൾക്കത് വെറുപ്പാണോ, ഇതാണ് മാനദണ്ഡം. അയാളിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയമാണ്. അപ്പൊ ഉള്ള കാര്യം തന്നെ പറഞ്ഞാൽ തന്നെ എന്താണ്? നീ അയാളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞിരിക്കുന്നു. ഗീബത്ത് പറഞ്ഞാലുള്ള ശിക്ഷ അറിയാലോ. മനുഷ്യന്റെ പച്ച മാംസം അവൻ മരണപ്പെട്ടതിൻ്റെ ശേഷം ഡെഡ് ബോഡിയിൽ നിന്ന് മാംസം മുറിച്ചെടുത്ത് പച്ചയിൽ ഒരാളുടെ മാംസം കഴിക്കുന്നതിന് സമാനമായൊരു കാര്യമാണ്. അത് നിങ്ങളാരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നല്ലേ പരദൂഷണത്തെ ഉപമിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്രത്തോളം അത് ഗൗരവമാണ്. അപ്പോൾ ഉള്ളത് തന്നെയാണെങ്കിലും ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് നമ്മൾ പറയണ്ട. ഇനി ഇല്ലാത്തത് കൂടിയാണെങ്കിലോ, ഒരാളെക്കുറിച്ച് പറയുന്നത് ഇല്ലാത്തതാ പറഞ്ഞത് എങ്കിൽ 2 ഹറാമാണ് അവിടെ വരുന്നത്. അതെന്താ? നീ പറഞ്ഞ കാര്യം അയാളിൽ ഇല്ലെങ്കിൽ ഫഖദ് ബഹത്തഹു, ബഹത്ത എന്ന് പറഞ്ഞാൽ ബുഹ്താൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് പലയിടങ്ങളിൽ. ബുഹ്താൻ എന്ന് പറഞ്ഞാൽ കച്ചുകെട്ടി കള്ളപ്രചരണം നടത്തുക, കള്ളം പറയുക. ഒരാളുടെ പേരിൽ നീ കള്ളം പറഞ്ഞു, കളവ് ആരോപിച്ച ശിക്ഷയും കൂടി നിനക്ക് കിട്ടും എന്നാണ്. അപ്പോൾ ഉള്ളതാണെങ്കിലും ഏതാണെങ്കിലും ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയാൻ പാടില്ല. അതൊരാളുടെ ശരീരത്തിൻ്റെ രൂപമായിരിക്കാം. ഒരാളുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നത്, ഉദാഹരണമായി അയാളൊരു കണ്ണൊട്ടനാണ്, അല്ലെങ്കിൽ അയാൾ തലയിൽ ഒരു കഷണ്ടി വാലയാണ്, അല്ലെങ്കിൽ ഒരു മൊടന്തനാണ്, അല്ലെങ്കിൽ ചട്ടക്കാലനാണ്, അല്ലെങ്കിൽ പിന്നെ 6-ാം വിരലനാണ്, ഇങ്ങനെ, അല്ലെങ്കിൽ കൊന്ത്രമ്പല്ലനാണ്, ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ പറയും ഓരോരുത്തരെ കുറിച്ച് പല വിധത്തിൽ. അയാളത് കേട്ടാൽ ഇഷ്ടപ്പെടുമോ? അതാണാവട്ടെ പെണ്ണാവട്ടെ. അതേമാതിരി ബോഡി ഷെയ്മിങ്, ഒരാളെക്കുറിച്ച് അയാൾ എന്താ അവൻ്റെ തടി, പെരും തടിയനാണ്, അല്ലെങ്കിൽ പെൻസിൽ മാർക്കാണ്, കോലാണ്, ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ ആളുകളെക്കുറിച്ച്, ശരീരത്തിൻ്റെ രൂപത്തെക്കുറിച്ച് പറയുക. അതേപോലെ തന്നെ ഒരാളുടെ സംസാരത്തെ, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തോ ആവട്ടെ, ഒരാൾക്കത് കേട്ടാൽ അയാൾക്കത് ഇഷ്ടാവില്ല. അങ്ങനത്തെ ഒരു കാര്യം പറയാനേ പാടില്ല. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എത്രത്തോളം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാളെ സംബന്ധിച്ച് അയാളുടെ ശാരീരികമായ രൂപം പോലും പറയാൻ പറ്റൂല അയാൾക്കത് ഇഷ്ടമല്ലെങ്കിൽ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. എന്നാൽ
ചില വിഷയങ്ങളിൽ ചില ആളുകൾക്ക് അവർ നാട്ടിൽ അങ്ങനെയാകും അറിയപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞാലേ അവരറിയൂ. നീ ആ ആൾക്ക് തന്നെയും അങ്ങനെ കേട്ടാൽ അയാൾക്കത് വെറുപ്പൊന്നുമില്ല, അയാൾക്കത് കേൾക്കുന്നത് സന്തോഷമേ ഉള്ളൂ, അയാൾക്കതിനെക്കുറിച്ച് വെറുപ്പൊന്നുമില്ല. കാരണം എല്ലാവരും അയാൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്കതൊരു പ്രശ്നമില്ലാതായി മാറിയിട്ടുമുണ്ട്. ആളുകൾക്കിടയിൽ ആ വ്യക്തിയെ അറിയണമെങ്കിൽ അങ്ങനെ പറഞ്ഞാലേ അറിയൂ എന്നൊക്കെയുള്ള അനിവാര്യ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ ഒരാളുടെ ശാരീരികമായ പോരായ്മകളിലൂടെ മാത്രമേ ഒരാൾ അറിയപ്പെടൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. പണ്ഡിതന്മാർ പറയാണ്, അത് തന്നെയും എന്ത് വേണം, ഈ പറയുന്ന എനിക്ക് അല്ലെങ്കിൽ ആ പറയുന്നയാൾക്ക് ആ വ്യക്തിയെ നിന്ദിക്കലോ അപഹസിക്കലോ കളിയാക്കലോ ഒന്നും എൻ്റെ മനസ്സിൽ നിയത്തുണ്ടാവാൻ പാടില്ല. ഇയാളെ അറിയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ എൻ്റെ നിയത്തുണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ വേറെ ചില ആളുകൾ പറയും, അതൊക്കെ ഇപ്പം എന്നെക്കുറിച്ച് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നൂല, പിന്നെ ഇപ്പോൾ വേറൊരാളെ കുറിച്ച് പറഞ്ഞാലും പ്രശ്നമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചില ആളുകളെ കുറിച്ച് ചിലതൊക്കെ പറയും. അതും തെറ്റാണ്. പറയുന്ന നമുക്ക് പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. നമുക്ക് ചില കാര്യങ്ങൾ നമ്മെക്കുറിച്ച് ഒരാൾ പറയുന്നത് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിക്ക് ആ കാര്യം ഇഷ്ടമാകുമോ ഇല്ലേ എന്നത് മാത്രമാണ് മാനദണ്ഡം. അയാൾക്ക് ഇഷ്ടാകുമോ എന്നാ പ്രശ്നമല്ല, അയാൾക്ക് വെറുപ്പാണോ ഗീബത്താകും. ഇത്രയും നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മൾ ആ കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി തന്നെ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇനി ഒരാളുടെ അസാന്നിധ്യത്തിൽ തന്നെ പറയാണ് അയാൾക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അത് കുഴപ്പമില്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. ഇനി അടുത്ത ഹദീസ്, വഅൻ നബി ബക്കറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഫീ ഖുതുബതിഹി യൗമൻ നഹരി ബിമിനൻ ഫീ ഹജ്ജത്തിൽ വദാഇ ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ അലാ ഹൽ ബല്ലഗ്തു മുത്തഫഖുൻ അലൈഹി. മഹാനായ അബൂബക്കറത്ത് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, ഇത് വേറൊരു സഹാബിയാണ്. അബൂബക്കറത്ത് എന്നറിയപ്പെടുന്ന, അബൂബക്കറല്ല അബൂബക്കറത്ത് എന്നറിയപ്പെടുന്ന സഹാബി നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്നാണ് ആ പേരുള്ളത്. നുഫൈ എന്ന പേരുള്ളൊരു സഹാബിയുണ്ട്, നുഫൈ ഇബ്നുൽ ഹാരിസ്. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ബക്കറത്ത് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, അതുകൊണ്ടാണ് അബൂബക്കറത്ത് എന്നറിയപ്പെടുന്നത്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, വേറെ സഹാബിയാണ്. അപ്പം അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഖാല, അവിടുന്ന് പറഞ്ഞു, ഫീ ഖുത്ബതിഹി, അവിടുത്തെ ഖുത്ബയിൽ, അവിടുത്തെ ഒരു പ്രസംഗത്തിൽ, പ്രഭാഷണത്തിൽ അവിടുന്ന് പറഞ്ഞു. എന്ന് നടത്തിയ പ്രഭാഷണം? യൗമൻ നഹരി, യൗമുൻ നഹർ, നഹറിൻ്റെ ദിവസം. ദുൽഹജ്ജ് 10 പറയുന്ന പേരാണ് യൗമുൻ നഹർ. ദുൽഹജ്ജ് 9 യൗമു അറഫ എന്ന് പറയും. ദുൽഹജ്ജ് 8 യൗമു തർവിയ എന്ന് പറയും. ദുൽഹജ്ജ് 11, 12, 13 തീയതികളിലേക്ക് അയ്യാമു തശ്രീഖ് എന്ന് പറയും. ദുൽഹജ്ജ് മാസത്തിലെ ദുൽഹജ്ജ് 8 യൗമു തർവിയ, 9 യൗമു അറഫ, 10 യൗമുൻ നഹർ, 11, 12, 13 അയ്യാമു തശ്രീഖ്. എന്തുകൊണ്ടാണ് യൗമുൻ നഹർ എന്ന് പറയുന്നത്? ഹാജിമാര് മക്കയിൽ അവരുടെ ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള അറവ് നടത്തുന്നതും മറ്റു നാടുകളിലുള്ള ആളുകൾ ഉദുഹിയത്തിൻ്റെ അറവ് നടത്തുന്നതുമായ പ്രധാനപ്പെട്ട ദിവസമാണ് ദുൽഹജ്ജ് 10. അതുകൊണ്ട് തന്നെ നെഹ്ർ എന്ന് പറഞ്ഞാൽ അറവ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് യൗമുൻ നഹർ, ബലിയറുക്കുന്ന ദിവസം എന്ന പേരിൽ ആ ദിവസം അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ദുൽഹജ്ജ് 10 പറയപ്പെടുന്ന മറ്റൊരു പേരാണ് യൗമുൽ ഹജ്ജുൽ അക്ബർ, ഹജ്ജുൽ അക്ബറിൻ്റെ ദിവസം എന്ന പേര് കൂടി ദുൽഹജ്ജ് 10 കാരണം ഹജ്ജിൻ്റെ ഏറ്റവും വലിയ ചടങ്ങുകളൊക്കെ പ്രധാനമായി നടക്കുന്ന ദിവസമാണ് ദുൽഹജ്ജ് 10. അതുകൊണ്ടാണ് ഹജ്ജുൽ അക്ബറിൻ്റെ ദിനം എന്ന് ദുൽഹജ്ജ് 10 അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ നാടന്മാരായ ആളുകൾക്കും അല്ലാത്ത സാധാരണക്കാർക്കിടയിലുമൊക്കെ ഒരു തെറ്റായ ധാരണ കടന്നുകൂടിയിട്ടുണ്ട് ഹജ്ജുൽ അക്ബറിനെ കുറിച്ച്. വെള്ളിയാഴ്ചയും അറഫയും കൂടി ഒത്തുവന്നാൽ അക്കൊല്ലത്തെ ഹജ്ജിന് പറയുന്ന പേരാണ് ഹജ്ജുൽ അക്ബർ
എന്ന് ചില ആളുകളൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. അതിനടിസ്ഥാനമൊന്നുമില്ല. അങ്ങനെ വെള്ളിയാഴ്ച അറഫ വന്നെങ്കിൽ അക്കൊല്ലത്തെ ഹജ്ജിന്റെ പേര് ഹജ്ജുൽ അക്ബർ ആണ് എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല. മറിച്ച് ഹജ്ജുൽ അക്ബർ എല്ലാ വർഷവുമുണ്ട്. അതെന്നാണ്? ദുൽഹജ്ജ് 10-നാണ്. ദുൽഹജ്ജ് 10 ഏത് ദിവസം വന്നാലും, അറഫാ ദിനം ഏത് ദിവസമായാലും, എല്ലാ കൊല്ലത്തെയും ദുൽഹജ്ജ് 10 ഹജ്ജുൽ അക്ബർ തന്നെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൂടി ഇവിടെ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 10-ന്റെ അന്ന് മിനായിൽ വെച്ച് ഫി ഹജ്ജത്തിൽ വദാൾ, അല്ലാഹുവിന്റെ റസൂല് ഒരൊറ്റ ഹജ്ജാണ് ചെയ്തിട്ടുള്ളത്. അവിടുത്തെ ആദ്യത്തെയും അവസാനത്തെയുമായ വിടവാങ്ങൽ ഹജ്ജ്, ഹജ്ജത്തുൽ വദാൾ. വദാൾ എന്ന് പറയുന്നത് എന്താണ്? വിട, യാത്ര ചോദിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അവിടുന്ന് പിന്നീട് ജീവിച്ചിട്ടില്ലല്ലോ അധികകാലം അടുത്ത ഹജ്ജിന്റെ സമയത്തേക്കൊന്നും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഹജ്ജത്തുൽ വദാൾ, അവിടുന്ന് വിട ചോദിക്കുന്ന ആ ഹജ്ജിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം സഹാബിമാരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന ദിമാഅക്കും, തീർച്ചയായും നിങ്ങളുടെ രക്തം, ദമുൻ രക്തം, അതിൻ്റെ ബഹുവചനമാണ് ദിമാ, നിങ്ങളുടെ രക്തങ്ങൾ, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്തും, മാലുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അംവാൽ. അപ്പോൾ നിങ്ങളുടെ രക്തങ്ങളും നിങ്ങളുടെ സമ്പത്തും, വ അഅറാദക്കും, നിങ്ങളുടെ അഭിമാനങ്ങളും. ഇർദ് എന്ന് പറഞ്ഞാൽ അഭിമാനമാണ്. വ അഅറാദക്കും, നിങ്ങളുടെ അഭിമാനങ്ങളും. ഈ മൂന്നും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ മേൽ പവിത്രമാണ്. വളരെ പവിത്രമായ കാര്യങ്ങളാണ് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും. ഏതുപോലെ? എത്രത്തോളം മനുഷ്യന്റെ രക്തത്തിന് പവിത്രതയുണ്ട്, എത്രത്തോളം മനുഷ്യന്റെ സമ്പത്തിന് പവിത്രതയുണ്ട്, എത്രത്തോളം മനുഷ്യന്റെ അഭിമാനത്തിന് പവിത്രതയുണ്ട്. കഹുറുമത്തി യൗമിക്കും ഹാദാ, നിങ്ങളുടെ ഇന്നത്തെ ഈ ദിവസത്തിന് എത്രത്തോളം പവിത്രതയുണ്ടോ അത്ര പവിത്രതയുണ്ട്. ദുൽഹജ്ജ് 10-നായി പറയുന്നത്. ദുൽഹജ്ജ് 10-ന് എത്രത്തോളം പവിത്രത ഉണ്ട് എന്നുള്ളത് നമ്മളൊക്കെ പഠിച്ചവരാണ്. അത്ര പ്രാധാന്യമുള്ള ദിവസമാണ് ദുൽഹജ്ജ് 10. മാത്രമല്ല ഫീ ഷഹരിക്കും ഹാദാ, നിങ്ങളുടെ ഈ മാസത്തിൽ. ഇപ്പൊ ദുൽഹജ്ജ് മാസത്തിലാണ് അള്ളാന്റെ റസൂല സംസാരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ദുൽഹജ്ജ് മാസത്തിന് എത്ര പ്രത്യേകത ഉണ്ട്, എത്രത്തോളം അതിനെ നമ്മൾ ആദരിക്കണം. തീർന്നില്ല. അള്ളാന്റെ റസൂല് മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞു. ഫീ ബലദിക്കും ഹാദാ, നിങ്ങൾ നിലകൊള്ളുന്ന ഈ രാജ്യത്ത്. ഇപ്പൊ അവിടെ നിലകൊള്ളുന്നത് എവിടെയാണ്? മക്കാ ഹറമിലാണ്. ആ മക്കാ രാജ്യത്തിന് എത്രത്തോളം പവിത്രതയുണ്ടോ, വിശുദ്ധ കഅബ ഉൾക്കൊള്ളുന്ന മക്കാ രാജ്യം പോലെ, ദുൽഹജ്ജ് മാസം പോലെ, ദുൽഹജ്ജ് 10-ലെ ആ ദിവസം പോലെ ആദരിക്കപ്പെടേണ്ടതും ബഹുമാനിക്കപ്പെടേണ്ടതും പവിത്രമാക്കപ്പെടേണ്ടതുമാണ് നിങ്ങളുടെ രക്തം, നിങ്ങളുടെ ധനം, നിങ്ങളുടെ അഭിമാനം. നോക്കൂ, നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കണം. ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കണ്ടേ. അള്ളാന്റെ റസൂൽ അത് പറഞ്ഞിട്ട് സഹാബിമാരോട് ചോദിക്കുകയാണ്, അലാ, നിങ്ങൾ അറിയണം, ഹൽ ബല്ലഗ്തു, ഞാൻ എത്തിച്ചില്ലയോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതൊക്കെ പറഞ്ഞു തന്നില്ലയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷത്തിന്റെ പുറത്ത് 1,00,000-ലേറെ ഹാജിമാര് പങ്കെടുത്ത ആ മഹാസമ്മേളനത്തിൽ മിനായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഭാഷണത്തിൽ ഈ കാര്യം എടുത്തു പറയാണ്. മനുഷ്യ രക്തത്തിന് എത്രത്തോളം വിലയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ എത്രത്തോളം ഗൗരവമുള്ളതാണ് മനുഷ്യന്റെ രക്തം. ഇതാ രക്തത്തിന് പവിത്രത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളുടെയും ജീവനെ നമ്മൾ കൊല്ലാൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല, അന്യായമായി രക്തം ചിന്താൻ പാടില്ല. ഇസ്ലാമിൽ ഒരാളുടെ രക്തം തെറിപ്പിക്കണമെങ്കിൽ, ഒരാളെ കൊല്ലണമെങ്കിൽ അതിനൊക്കെ ന്യായമുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് മാത്രമേ ഒരാളെ കൊല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ കൊല്ലാൻ ഇസ്ലാം അനുവാദം തന്നിട്ടുള്ളതല്ലാത്ത ഒരു കാര്യത്തിലും ഒരാളുടെയും ജീവൻ കളയാൻ പാടില്ല. സ്വന്തം ജീവൻ കളയാനും പാടില്ല, ആത്മഹത്യ പാടില്ല, മറ്റൊരാളുടെ രക്തം ചിന്താനും ഒരാളെ കൊന്നുകളയാനും പാടില്ല. മനുഷ്യ രക്തത്തിന് അത്രയും വിലണ്ട്. കഅബ പോലെ, മക്ക പോലെ, ദുൽഹജ്ജ് മാസം പോലെ, ദുൽഹജ്ജ് 10 പോലെ ആദരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് മനുഷ്യ രക്തം. ഇന്ന് വല്ല വിലയുണ്ടോ ലോകത്ത്? എത്രയാണ് ഒരു കൊതുകിനെ കൊല്ലുന്ന വില പോലുമില്ലാതെ മനുഷ്യരെ ചുട്ടുകൊല്ലുന്ന, മനുഷ്യരെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന
ലക്ഷങ്ങളെ കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്ത്യനാളിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്സുറുൽ ഹർജു, ഹർജ് അധികരിക്കും എന്ന്. എന്താണ് ഹർജ് എന്ന് സഹാബിമാർ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുത്തിലേക്ക് ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞത് അൽ ഖത്ലു എന്നാണ്. കൊലപാതകം അധികരിക്കും. എവിടെയാണ്, ഏത് വാർത്തയിലാണ്, ഏത് ന്യൂസ് പേപ്പറിലാണ്, ഏത് മീഡിയകളാണ് ദിനേന കൊലപാതകങ്ങളും രക്തച്ചൊരിച്ചിലുകളും റിപ്പോർട്ട് ചെയ്യാത്ത ദിവസങ്ങൾ ഏതാ കടന്നു പോകുന്നത്? അത്രത്തോളം മനുഷ്യ രക്തത്തിനും ജീവനും ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഇന്ന്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ കാര്യം എത്ര ഗൗരവമാണ്. വിശുദ്ധ കഅബാലയം അടങ്ങുന്ന മക്കാരാജ്യം പോലെ പവിത്രമാക്കപ്പെടേണ്ട, ആദരിക്കപ്പെടേണ്ടതാണ് മനുഷ്യന്റെ രക്തം. അത് ചിന്തരുത്. അതുപോലെ തന്നെ അവന്റെ ധനം, ഒരാളുടെ ധനം നമ്മൾ കവരാൻ പാടില്ല, കട്ടെടുക്കാൻ പാടില്ല. ഒരാളുടെ മുതല് അയാൾ അറിയാതെ അടിച്ചു മാറ്റുക. ഒരാളുടെ മുതലിന് വലിയ പവിത്രതയുണ്ട്, അത് തൊടാൻ പാടില്ല, അത് നമ്മൾ എടുക്കാൻ പാടില്ല. അത് അങ്ങനെ ആരെങ്കിലും ഒരാളുടെ മുതലിൽ അന്യായമായി കടന്നു കയറുന്നുവെങ്കിൽ അവൻ മക്കയെ ആക്രമിച്ചവനെ പോലെ. അള്ളാഹു പവിത്രമാക്കാൻ പറഞ്ഞ ഒന്നിനെ, അതിൻ്റെ പവിത്രതയെ തകർക്കലാണത്. വലിയ കുറ്റമാണ്. അതിനോട് തുടർന്ന് പിന്നെ പറഞ്ഞതെന്താണ്? അതേപോലെയാണ് ഒരാളുടെ അഭിമാനം. അഭിമാനം വലുതാണ്. ഏതൊരു മനുഷ്യനും, ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ എന്തിനേക്കാളും വില കൽപ്പിക്കുന്നതാണ് അഭിമാനം. എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യാറുണ്ട്. എന്താ കാരണം? അവൻ അപമാനിതനായി. ജനങ്ങൾക്കിടയിൽ അവൻ്റെ അഭിമാനം പോയി. അവന് തലയുയർത്തി നടക്കാൻ പറ്റാതായി. അവൻ്റെ അഭിമാനം നഷ്ടപ്പെട്ടു, അത് കളങ്കപ്പെട്ടു. ഇനി ഞാനെന്തിനാ ജീവിക്കണേ എന്നൊക്കെ ഓർത്തിട്ട് പലരും പൊട്ടത്തരാണ് ചെയ്യുന്നത്. എന്നാലും പലരും അതിൻ്റെയൊക്കെ പേരിൽ ആത്മഹത്യ ചെയ്യാറുണ്ട്. അത്ര മനുഷ്യൻ വില കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അവൻ്റെ അഭിമാനം. ആ അഭിമാനത്തെ പിച്ച് ചീന്തലാണ് ഏതിലൂടെ സംഭവിക്കുന്നത്? ഗീബത്ത് പറയുമ്പോൾ നമ്മളൊരാളുടെ അഭിമാനത്തെ പിച്ച് ചീന്തല്ലേ? അയാൾ നമ്മളെ അപമാനിക്കല്ലേ? അയാൾ നമ്മളെ അവഹേളിക്കല്ലേ? പാടില്ല. എത്രത്തോളം ആദരിക്കണം ഒരാളുടെ അഭിമാനം എന്നാണ് ഇവിടെ നിബിതങ്ങൾ പറഞ്ഞത്. നിങ്ങൾ നിലകൊള്ളുന്ന ഈ രാജ്യം പോലെ, ഈ മാസം പോലെ, ഇന്നത്തെ ദിവസം പോലെ ആദരിക്കപ്പെടേണ്ടതാണ് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും എന്ന്. അതിൽ നിന്ന് തന്നെ നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരാളെ അപമാനിക്കാൻ, ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുന്ന യാതൊന്നിലും ഏർപ്പെടാൻ പാടില്ല. അത് എത്രത്തോളം ഗുരുതരമായ പാതകമാണ് എന്ന് സോദാഹരണം, അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കിത്തരും വിധത്തിൽ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇനി അടുത്ത ഹദീസ്. وعن عائشة رضي الله عنها قالت قلت للنبي صلى الله عليه وسلم حسبك من صفية كذا وكذا قال بعض الرواة تعني قصيرة فقال لقد قلت كلمة لو مزجت بماء البحر لمزجته قالت وحكيت له إنسانا فقال ما أحب أني حكيت إنسانا وإن لي كذا وكذا رواه أبو داود والترمذي وقال حديث حسن صحيح. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ. അവർ പറയാണ്, കാലത്ത് ഉമ്മ പറയാണ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യ നമ്മുടെ ഉമ്മ പറയാണ്, ഖുൽതു, ഞാൻ ഒരിക്കൽ പറഞ്ഞു, ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനോട് ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. എന്തേ പറഞ്ഞുള്ളൂ? ഹസ്ബുക മിൻ സഫിയ കദാ വകദാ എന്ന് ഞാൻ പറഞ്ഞു. എന്താ ഇതിൻ്റെ അർത്ഥം? ഹസ്ബുക, നബിയെ നിങ്ങൾക്ക് മതിയിലെ, നിങ്ങൾക്ക് പോരെ, മിൻ സഫിയ, സഫിയയെ കുറിച്ച്, കദാ വകദാ, ഇങ്ങനെയൊക്കെയാണല്ലോ അവരുടെ അവസ്ഥ, അതന്നെ പോരെ അവർക്ക് ഒരു പോരായ്മയായിട്ട് എന്ന് പറഞ്ഞു. കുറേ ഭാര്യമാരുണ്ടല്ലോ അള്ളാഹിൻ്റെ റസൂലിന്. ആ കൂട്ടത്തിലൊരു ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. കൂട്ടത്തിലൊരു ഭാര്യയാണ് ഹുയൈൻ്റെ പുത്രിയായ സഫിയ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മറ്റൊരു ഭാര്യയാണ്, നമ്മുടെ മറ്റൊരു ഉമ്മയുടെ പേരാണ് സഫിയ. ആ സഫിയ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് എന്തോ സംസാരിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്, അപ്പോൾ സഫിയ ബീവി അവിടെ സ്ഥലത്തില്ല, ഇങ്ങനെ പറഞ്ഞു, എന്ത്? ഹസ്ബുക മിൻ സഫിയ കദാ വകദാ എന്ന് പറഞ്ഞു.
സഫിയയെ സംബന്ധിച്ച് അത്രണ്ട് വല്ലാതെ നബിയെ നിങ്ങൾ പൊക്കി പറയണ്ട, അവർക്കൊരു അയ്ബൊക്കെ ഉണ്ട്, ഇത് പോരെ അവർക്കൊരു ന്യൂനതയായിട്ട് എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അത് അവർ ആംഗ്യം കാണിച്ചു എന്നാ പറയുന്നത്, പറഞ്ഞിട്ട് പോലും ഇല്ലാന്നാ, കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. തഅനി ഖസീറത്തൻ, അപ്പൊ ഒരു പൊക്കം കുറഞ്ഞ ഉമ്മയായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയെയും മറ്റു ഭാര്യമാരെയും ഒക്കെ അപേക്ഷിച്ച് സഫിയ ബീവി കുറച്ച് ഉയരം കുറഞ്ഞ ഉമ്മയായിരുന്നു, ഭാര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഉയരക്കുറവിനെ സൂചിപ്പിച്ചുകൊണ്ട് ഖസീറ, അവരൊരു പൊക്കം കുറഞ്ഞ ആളല്ലേ, അതന്നെ പോരെ, അവർക്ക് വലിയൊരു അയ്ബായിട്ട് അതന്നെ പോരെ, ഞങ്ങളൊന്നും അത്ര നീളല്ലല്ലോ എന്ന ധ്വനിയിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ സംസാരിച്ചു. അപ്പോൾ ഫഖാല, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ആയിഷ ബീവിയോട് വളരെ ഗൗരവത്തോടെ നബി തങ്ങൾ പറഞ്ഞ വാചകം നമ്മൾ മനസ്സിലാക്കണം. അത് പറഞ്ഞ ഉമ്മയോട് എന്താ പറഞ്ഞത്? ശരണ്യജി പറഞ്ഞത് സഫിയാക്ക് എൻ്റെ അത്ര പൊക്കൊന്നുമില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താ പറഞ്ഞത്? ആയിഷ ലഖദ് ഖുൽതി കലിമതൻ, നീ ഒരു ചീത്ത വാക്കാണ് പറഞ്ഞത്, നീ പറഞ്ഞ ചീത്ത വാക്ക്, ലഖദ് ഖുൽതി, നീ തീർച്ചയായും ഇപ്പൊ പറഞ്ഞത്, കലിമത്തൻ, ഒരു വേണ്ടാത്ത വാക്കാണ്. ആ വാക്കിന്റെ പ്രത്യേകത നിനക്ക് കേൾക്കണോ? നീ ആ പറഞ്ഞ വാക്കിന്റെ ഗൗരവം നിനക്ക് കേൾക്കണോ? ലൗ മുസിജത്ത്, ആ വാക്കെങ്ങാനും ഒരു സമുദ്രത്തിൽ കൊണ്ടുപോയി വെക്കുന്നു എങ്കിൽ, സമുദ്രത്തിൽ കൊണ്ടുപോയിട്ട് നീ പറഞ്ഞ ആ വാക്കാണ്ട് ഇടുകയാണെന്ന് വിചാരിച്ചോ, കലർത്തുകയാണെന്ന് വിചാരിച്ചോ, എങ്കിൽ ലമസജതുഹു, ആ സമുദ്രത്തിന്റെ നിറവും അതിൻ്റെ മണവും അതിൻ്റെ രുചിയും ഒക്കെ മാറി മറിയാൻ മാത്രം ഗൗരവമുള്ള വാക്കാണ് ആയിഷ നീ ഇപ്പൊ പറഞ്ഞത്. ആ ഒരൊറ്റ വാക്ക് കുറിയയാള്, പൊക്കം കുറഞ്ഞ ആൾക്ക് ചിലപ്പോൾ പറയും, നമ്മുടെ നാടൻ മലയാളത്തിലൊക്കെ പറയും ആണുങ്ങളെ കുറിച്ച് കുള്ളനാണ് അല്ലെങ്കിൽ കുള്ളത്തിയാണ് എന്നൊക്കെ പറയും, പൊക്കം കുറഞ്ഞാൽ അല്ലേ, പറയാൻ പാടില്ല. ഇവിടെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ഒരു സൂചന പറഞ്ഞപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ആയിഷ, നീ ആ പറഞ്ഞ വാക്ക് ഒരു സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടാണ്ട് കലർത്തുകയാണെങ്കിൽ ആ സമുദ്രത്തിലെ ജലം മുഴുവനും കളറ് മാറുന്നു, എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറം മാറും, അതിൻ്റെ മണം, ദുർഗന്ധം കൊണ്ട് മനുഷ്യന്മാർ മൂക്ക് പൊത്തുന്നു. സമുദ്രത്തിലെ ജലം എത്രയാണ്? ഒരു കടലിലെ വെള്ളം ആർക്കാണ് അളക്കാൻ കഴിയുക? കടല് എന്ന് പറഞ്ഞാൽ തന്നെ നോക്കത്താത്ത ദൂരത്ത് പരന്നു കിടക്കുകയാണ്. അതിലുള്ള ജലത്തിന്റെ ഗാലൻ എത്ര ഗാലനാണെന്ന് ആർക്കാണെണ്ണാൻ പറ്റുക? അതിൻ്റെ ആഴവും പരപ്പും ഒക്കെയുള്ള അത്രയും, എത്രയാണ് ആ സമുദ്രത്തിന്റെ പരപ്പുണ്ടാവുക? അത്രയും വെള്ളം കലങ്ങി മറിഞ്ഞ് അതിൻ്റെ നല്ല നിറം പോയി, അതിനൊരു മനുഷ്യന് വെറുപ്പുള്ള കളറായി മാറി, അതിൻ്റെ രുചി മാറി, അതിൻ്റെ മണം ദുർഗന്ധമായി, അത്രയൊക്കെ ആകാൻ മാത്രം ഈ ഒരു വാക്ക് ഗുരുതരമാണെന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളെക്കുറിച്ച് ബോഡി ഷെയിം പറയുമ്പോൾ എത്ര ശ്രദ്ധിക്കണം. ഒരാളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ കാര്യങ്ങൾ പറയും ആൾക്കാരെ കുറിച്ച്, എന്തോ അവൻ്റെ തടി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാം പറയും ആളുകളെ കുറിച്ച്, ഒന്നും പറയാൻ പാടില്ല ആരെക്കുറിച്ചും. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ആളുകളെ കണ്ട എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കും, എന്താ നീ ഇങ്ങനെ അയക്കണത് എന്ന് ചോദിക്കും. ആ ആളെ മനസ്സിൽ നമ്മൾ തീ കോരിട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അയാൾ ചിലപ്പോൾ നമ്മളത് പറഞ്ഞിട്ട് നമ്മളിവിടെ പോരും, നമ്മളത് മറന്നിട്ടുണ്ടാകും. നിങ്ങളാ പറഞ്ഞ ആള് പിന്നെ ആ കേട്ട വാക്കും കൊണ്ട് 4 ദിവസം അയാൾ ഇങ്ങനെ ഉറങ്ങാതെ കിടക്കും. ഞാൻ അങ്ങനെ, ഒരാൾ കണ്ണാടിയിൽ നോക്കും പോയിട്ട്, ഞാൻ അങ്ങനെ തന്നെയാണോ? ചിലർ നിറം പറയും, എന്താണ് ഇങ്ങനെ തീപ്പൊള്ളിയ കളർ എന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും എന്താണ് ഇങ്ങനെ ഒരു പനി പിടിച്ച ഒരു വേറെന്തോ ഒരു കളറാണല്ലോ, അല്ലെങ്കിൽ നീ ഒരു കറുപ്പനാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ കളറ് പറയുക. അതുപോലെ തന്നെ പല രൂപത്തിൽ ഒരാളെ, അതൊന്നും കളറിൻ്റെ പേരിലോ രൂപത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ കോലത്തിൻ്റെ പേരിലോ ശാരീരികമായ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിലോ നമുക്ക് സംസാരിക്കാൻ വകുപ്പില്ലാന്ന്, അത് പറയാൻ പാടില്ലാന്ന്. കാരണം സൃഷ്ടിപ്പ് അള്ളാഹുവാണ്. ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ, അള്ളാഹുവാണ് ഗർഭാശയങ്ങളിൽ അവനുദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് രൂപം നൽകുന്നത്. ഇപ്പം നമ്മൾക്ക് ആർക്ക് എന്ത് രൂപം തന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു തആല തന്നതല്ലേ. അതിൻ്റെ പേരിൽ ഒരാളെ കുറ്റപ്പെടുത്തുവാനോ ആക്ഷേപിക്കുവാനോ പരിഹസിക്കുവാനോ നമ്മളാര്? അങ്ങനെ പരിഹസിച്ചാൽ ആ പരിഹാസം അള്ളാഹിൻ്റെ പേരിലല്ലേ ചെന്നെത്തുന്നത്, റബ്ബല്ലേ അങ്ങനെ ചെയ്തത്. അപ്പം റബ്ബിനെ പരിഹസിക്കുക, അപ്പം അത് പാടില്ല ഒരു നിലക്കും. കണ്ടോ, ഈ ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്ക് ഉയരക്കുറവ് പറഞ്ഞതേ ഉള്ളൂ, നോക്കണം നിങ്ങൾ. അപ്പം ഉയരം കൂടി എന്ന് പറഞ്ഞാലോ,
ഇങ്ങനെ നീണ്ടു പൊയ്ക്കണല്ലോ കമുക് പോലെ എന്നൊക്കെ പറയും. കവുങ്ങ് നീണ്ടുപോയ മാതിരി പൊയ്ക്കണല്ലോ നീ എന്ന് പറയും. അതുപോലെ തന്നെ അങ്ങനെ പിന്നെ പിന്നെ നീ എന്താ അങ്ങനെ ചെറുതാകുന്നു എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ ആളുകൾക്കൊരു ഹരമാണ്. അത് പറയാനേ പാടില്ല. എന്തെങ്കിലും ചോദിക്കണ്ടേ, കണ്ടാൽ എന്നുള്ള നിലക്ക് ചോദിക്കേണ്ടത് ഇതൊന്നുമല്ല. നമ്മളെ ഈ മലയാളികൾക്ക് ഏറെയുള്ളൊരു സംസ്കാരമാണ്. മലയാളികളാണ് ആരെ കണ്ടാലും ചിലപ്പോൾ അവൻ്റെ തടിയാ പറയുക, എന്താ അങ്ങനെ മെരിഞ്ഞു പോയി, എന്താ എനിക്ക് അസുഖമുണ്ടോ, എന്താ അങ്ങനെ തടിച്ചത് എന്നൊക്കെ പറയുന്ന സ്വഭാവം. ഇത് മറ്റിവിടുത്തെ അറബ് സഹോദരങ്ങളോ മറ്റുള്ളവരൊക്കെ ചോദിച്ചാൽ എന്താ കൈഫൽ ഹാൽ, നല്ല വർത്താനം, എന്താ ആരോഗ്യം, കാര്യങ്ങളും ഒക്കെ സുഖം എന്നല്ലേ. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളല്ലാത്തൊരു വർത്താനം ചോദിക്കൂല. ഒന്നും ചോദിക്കാനില്ലെങ്കിൽ മിണ്ടാതിരുന്നോന്ന്. ഇതിന് വെറുതെ ചോദിക്കുന്നത്, എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആളങ്ങനെ ഇൻസൾട്ട് ചെയ്യണ ചോദ്യം ചോദിക്കുക. ആ ചോദ്യം കേട്ടിട്ട് അയാൾ എത്ര വിഷമിക്കുന്നുണ്ടാകും. അപ്പം പാടില്ല. ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഒരാളെ കുറിച്ച് ചോദിച്ച അയാളെ വിഷമിപ്പിക്കുക. അങ്ങനെ ചോദിക്കണം എന്തിനാണ്? സമുദ്രത്തിൽ കൊണ്ടുപോയി വെച്ചാൽ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ കലങ്ങി മറിഞ്ഞ് ദുർഗന്ധം ഉണ്ടാകാൻ ആ വാക്ക് മതി എന്ന് പറഞ്ഞാൽ എത്രത്തോളം സൂക്ഷിക്കണം നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ഒരു വാക്ക് പറയുമ്പോൾ എന്ന് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം കാലത്ത് അള്ളാഹിൻ്റെ റസൂലിനോട് ഉമ്മ വീണ്ടും പിന്നെ വേറൊരു കാര്യം പറഞ്ഞു. എന്താണ്? അവർ പറയാണ് റസൂലിനോട് അവര് വഹകൈതു ലഹു ഇൻസാനൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുകരിച്ച് കാണിച്ചു കൊടുത്തു. ഇൻസാനൻ, ഒരാളെ അനുകരിച്ച് കാണിച്ചു. അതാണ് ഹിക്കായത്ത്, മുഹാക്കാത്ത് എന്ന് പറഞ്ഞാൽ അനുകരിക്കുക. അപ്പൊ തത്തമ്മ മനുഷ്യന്മാർ പറഞ്ഞതുപോലെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ പറയാം. അതിന് അനുകരണം എന്നാ പറയാം. തഖ്ലീദ്, അതുപോലെ തന്നെ മുഹാക്കാത്ത്. അപ്പൊ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ ഉഹിബ്ബു, എനിക്കിഷ്ടല്ല. നബി തങ്ങൾ പറയാണ്, മാ ഉഹിബ്ബു, എനിക്കിഷ്ടമല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്ത്? അന്നീ ഹക്കൈതു ഇൻസാനൻ, ഞാൻ ഒരാളെ അനുകരിച്ച് സംസാരിക്കാം. ഞാൻ ഒരാളെ പറ്റി അനുകരിച്ച് അയാൾ പറയും പോലെ പറയാം, അല്ലെങ്കിൽ അയാൾ നടക്കും പോലെ അങ്ങനെ നടന്ന് കാണിക്കുക, ആക്ഷൻ കാണിക്കുക, അല്ലെങ്കിൽ അയാളുടെ രൂപം പോലെ ഞാനിങ്ങനെ രൂപമുണ്ടാക്കി ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ഒരു കോമാളി കളി, ആ വിധത്തിൽ അങ്ങനെ എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് ഇന്നതും ഒക്കെ കിട്ടിയാലും ശരി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെ ഞാനൊരാളെ അനുകരിച്ചിട്ട് എനിക്ക് ലോകത്ത് എത്ര പണം തരാന്ന് പറഞ്ഞാലും ദുന്യാവിലെ എത്ര സുഖം തരാന്ന് പറഞ്ഞാലും ഞാൻ അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ അതിനെ സംബന്ധിച്ചും പറഞ്ഞു. പ്രത്യേകിച്ച് അതൊരാളെ പരിഹസിക്കലും അയാളുടെ ഇടിച്ചു താഴ്ത്തലും ഒരാളെ ഇൻസൾട്ട് ചെയ്യലും അവഹേളിക്കലും ഒക്കെ ഉദ്ദേശമുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം കൂടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യവും വളരെയേറെ പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു കാണാം, അഭിനയങ്ങൾ, നാടകങ്ങൾ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നാടകത്തിലൊക്കെ ആണ് പെണ്ണായി വേഷം കെട്ടും, പെണ്ണ് ആണായി വേഷം കെട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ പല വിധത്തിലുള്ള തോന്നിവാസങ്ങളും അനുകരണങ്ങളും പരിഹാസങ്ങളുമൊക്കെ നാടകങ്ങളിലും അഭിനയങ്ങളിലുമൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ആ കാര്യം പാടില്ല എന്ന് ധാരാളം പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ മറ്റ് ചില പണ്ഡിതന്മാർ അഭിനയം മൊത്തത്തിൽ നിഷിദ്ധമാണെന്ന് പറഞ്ഞുകൂടാ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇസ്ലാമിക പ്രബോധനാർത്ഥം ഒരു വിഷയം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ഈ ഹറാമായ കാര്യങ്ങളൊന്നും വന്നു ചേരാതെ, അഥവാ ആണ് പെണ്ണിൻ്റെ വേഷം ധരിക്കലോ പെണ്ണ് ആണായി അഭിനയിക്കലോ ഒന്നുമില്ലാതെ, അതുപോലെ നബിമാരുടെ വേഷം കെട്ടലോ നബിമാരായി അഭിനയിക്കലോ സഹാബിമാരായി അഭിനയിക്കലോ അല്ലെങ്കിൽ മറ്റൊരാളായിട്ട് ആ നിലക്ക് എല്ലാ അർത്ഥത്തിലും ഇസ്ലാം വിരുദ്ധമായ കാര്യങ്ങളായി പഠിപ്പിക്കപ്പെട്ട രൂപത്തിലൊന്നും അല്ലാത്ത നിലക്ക് ഒരു വിഷയം ഒരാൾക്ക് പഠിപ്പിക്കുവാനോ ഒരു ദുആയുടെയോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമികമായൊരു മര്യാദ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനോ ഒക്കെ വേണ്ടി ചെറിയ ചില അനുകരണങ്ങളൊക്കെ നടത്തുന്നുവെങ്കിൽ അത് ഒരു ഹറാമാണെന്ന് നമുക്ക് പറയാൻ വകുപ്പില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. എന്തായാലും ആ വിഷയം ഒരു ഗവേഷണപരമായ വിഷയമാണ്. ഒരു കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് ലോകത്ത് നിലവിൽ കാണുന്ന ഈ സിനിമയും അഭിനയങ്ങളും
അതൊക്കെ തനിച്ച ഹറാം തന്നെയാണ്. കാരണം അതിൽ ആണും പെണ്ണും ഇടകലരലും, ആണ് പെണ്ണായി മാറലും, പെണ്ണ് ആണായി അഭിനയിക്കലും, വേഷം കെട്ടലും അള്ളാഹു ലഅനത്ത് ശാപമുള്ള കാര്യങ്ങളാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള മഹാപാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ വിഷയത്തിലല്ല ഈ അഭിപ്രായം പറയുന്നത്. മറിച്ച് ചെറിയ ചെറിയ ചില എപ്പിസോഡുകളിലൊക്കെ ഇപ്പം ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുവാൻ വേണ്ടി ചില കുട്ടികളൊക്കെ അവർ പെട്ടെന്ന് ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് ഇതാ അങ്ങനെ ഉറങ്ങാൻ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ അഭിനയമൊക്കെ കാണിച്ച് ആ ദിക്ർ ചൊല്ലാനും ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള കിടത്തം കാണിച്ചിട്ട് അതുപോലെ തന്നെ ആ ദിക്റുകൾ പഠിപ്പിക്കാനും പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരം തെറ്റായ കാര്യങ്ങൾ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നടത്താവുന്ന വിഷയങ്ങളിലൊക്കെ ചില അഭിനയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായെങ്കിൽ അതൊരു ഹറാമാണെന്ന് പറഞ്ഞുകൂടാ എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അതുപോലും അതൊക്കെ പിന്നെ മറ്റു തലങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വാതിൽ തുറക്കലാണ്. അതുകൊണ്ട് അതും ഒഴിവാക്കലാണ് അഭികാമ്യം എന്നൊക്കെ ആ വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ചർച്ചയുണ്ട് എന്നതുകൂടി ഈ വിഷയത്തോട് ചേർത്ത് പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഏതായാലും സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ നാവിനെ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഗൗരവം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചതാണ് നമ്മൾ ഈ ഹദീസിലും മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മസജതുഹു എന്ന് പറഞ്ഞില്ലേ, ആ സമുദ്രത്തിലേക്ക് അതിനെ കലർത്തിയാൽ എന്ന് പറഞ്ഞാൽ ആ സമുദ്രം ആകെ കൂടി അതിൻ്റെ യതഗയ്യറു ബിഹാ തഅമുഹു ഔ റീഹുഹു ലിശിദ്ദതി നതനിഹാ വഖുബ്ഹിഹാ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ശേഷം വിവരിക്കുന്നുണ്ട്, അത്രത്തോളം വലിയ സമുദ്രത്തിൻ്റെ രുചിയും അതിൻ്റെ മണം പോലും ദുർഗന്ധം കൊണ്ട് നിറയുമെന്ന് പറയുമ്പോൾ വഹാദാ മിൻ അബ്ലഗി സവാജിരി അനിൽ ഗീബ. ഗീബത്തിനെ കുറിച്ച് ഇനി ഇത്രത്തോളം നമുക്കിനി എന്താ പറഞ്ഞു തരേണ്ടത്? പാടില്ല എന്ന് പറയാൻ ഏറ്റവും ഉപയോഗപ്പെടുത്തുന്ന, നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. അത് അള്ളാഹിൻ്റെ റസൂൽ വെറുതെ പറയൂലല്ലോ. കാരണം ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, നബി തങ്ങൾ എന്ത് സംസാരിക്കുന്നതും സ്വന്തം ഇഷ്ടപ്രകാരമല്ലല്ലോ. വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം ദേഹേച്ഛ പ്രകാരം ഇഷ്ടപ്രകാരം അവിടുന്ന് സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അവിടുത്തേക്ക് നൽകപ്പെടുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ. ഇപ്പം റബ്ബ് പറയാൻ പറഞ്ഞിട്ടാണല്ലോ ഈ പറയുന്നത്. അപ്പം എത്ര ഗുരുതരമാണ് ആ വിഷയം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇത്രത്തോളം ഗുരുതരമായ കാര്യമാണിത് എന്ന ശ്രദ്ധ നമ്മുടെ സംസാരങ്ങളിലും ഇടപെടലുകളിലും ഉണ്ടാവണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയുവാനും നേരിൻ്റെ പാതയിൽ അടിയുറച്ച് മുന്നേറുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും പുറത്തു തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.